ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും കാച്ചെണ്ണയൊക്കെ തേച്ചിട്ടായിരിക്കും കുളിക്കുന്നത്. കാച്ചെണ്ണ തേച്ച് കുളിക്കുന്നതിന് അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എണ്ണയിൽ ചേർക്കുന്ന ഇലകളുടെയും പിന്നെ മരുന്നുകളുടെയൊക്കെ ഗുണങ്ങളെല്ലാം നമ്മുടെ മുടിക്ക് കിട്ടുകയാണ്. പക്ഷേ കാച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റേതായ പാടുണ്ടല്ലേ. അതിനൊരു പാകവും പരുവമൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ കാച്ചിയെടുക്കണം. ഇല്ലെങ്കിൽ ഗുണങ്ങളെക്കാളും കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത്, മുടി കൊഴിയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് കാച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി തരുന്നത് അമ്മമാരായിരിക്കും. ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുമ്പോഴായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി പച്ച എണ്ണയൊന്നും തേച്ച് കുളിക്കണ്ട. കാച്ചെണ്ണയുടെ അതേ ഗുണമുള്ള എണ്ണ തന്നെ നമുക്ക് കാച്ചാതെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഉപയോഗപ്പെടും. കൊഴിഞ്ഞു പോയ മുടി കിളിർത്ത് വരാനും താരൻ കുറയ്ക്കാനും നരമുടിയൊക്കെ പരിധി വരെ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. കംപ്ലീറ്റ് മാറുമെന്നല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു 10 മിനിറ്റ് ചിലവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ്. സവാളയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സവാളയിൽ നിറയെ സൾഫറും വൈറ്റമിൻ എയും സിയും ബിയും ഇയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുടിക്ക് നല്ല ഗുണം ചെയ്യും കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല ബലം കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ മുടി കൊഴിയുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ തലയിലെ താരനാണ്. അപ്പോൾ താരൻ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഈ ഉള്ളിയുടെ നീര്. പിന്നെ നരമുടി കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അനുഭവം എനിക്കില്ല. പക്ഷേ ഈ താരൻ കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു സവാളയെ എടുത്തിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും എണ്ണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ വല്ലതും ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഒരാൾക്ക് തേക്കാനാണെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി തന്നെ മതിയാവും. കൂടുതൽ പേരുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. തോല് മാത്രം കളഞ്ഞെടുത്താൽ മതി, കഴുകിയൊന്നും എടുക്കണ്ട. തോല് കളയുമ്പോൾ തന്നെ ഇതിലെ പൊടിയൊക്കെ അങ്ങ് പൊയ്ക്കോളും. നമ്മൾ ഈ എണ്ണ ചൂടാക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഇരുന്നാൽ എണ്ണ കേടായി പോവും. അപ്പോൾ കൈ കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം ഈ സവാളയുടെ തോല് കളഞ്ഞെടുക്കാൻ. ഇനി സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ തയ്യാറാക്കാനുള്ള കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. വെള്ളം നനവൊന്നും പാടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ കേടായി പോവും. കുപ്പി നിറയെ അങ്ങ് സവാള ഇടരുത് കേട്ടോ. ഒരു 1/4 ഭാഗമൊക്കെ സവാള ഇട്ടാൽ മതി. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഉരുക്കെണ്ണയാണ് നമുക്ക് വേണ്ടത്. ഉരുക്കെണ്ണയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയെക്കാളും ഗുണങ്ങൾ ഏറെയാണ് വെർജിൻ കോക്കനട്ട് ഓയിലിന്. സാധാരണ വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൊപ്രയിൽ നിന്നാണ്. തേങ്ങ ഉണക്കിയതിന് ശേഷം ആട്ടിയാണ് അതെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഉണങ്ങുമ്പോൾ തന്നെ അതിലെ കുറച്ച് ഗുണങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അതിനുശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒട്ടും ഗുണങ്ങളില്ലെന്നല്ല, പച്ച തേങ്ങയിൽ ഉള്ളതിനേക്കാളും ഗുണങ്ങൾ കുറവായിരിക്കും ഈ സാധാരണ ഉണക്കിയെടുത്തിട്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പക്ഷേ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ തേങ്ങാ പാലിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഗുണങ്ങൾ ഏറെയാണ്. അത് സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മണമെന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല, ഭയങ്കര മണമാണ്. നമ്മളത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ 2 തരത്തിലുണ്ട്. കോൾഡ് കംപ്രസ് വെർജിൻ കോക്കനട്ട് ഓയിലും ഉണ്ട്, അല്ലാത്ത വെർജിൻ കോക്കനട്ട് ഓയിലും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോൾഡ് കംപ്രസ് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇതിന് തമ്മിലും വ്യത്യാസമുണ്ട്. കോൾഡ് കംപ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കാതെയാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റത് നമ്മൾ തേങ്ങാപ്പാൽ ഉരുക്കിയിട്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചൂടാക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഒരു ഗുണങ്ങൾ പോലും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും. കോൾഡ് കംപ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിലിനാണ് ഗുണങ്ങൾ കൂടുതൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കും, അത് നോക്കി വാങ്ങുക. ഇപ്പം വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, സാധാ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ എടുത്താലും മതി കേട്ടോ. ഗുണം കൂടാൻ വേണ്ടിയിട്ട് ഇതെടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സവാളയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സവാള നികന്ന് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ നമുക്ക് അടച്ചിട്ട് 3 ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. ഏതെങ്കിലും ഒരു തണലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി, വെയിലത്തൊന്നും വെക്കണ്ട. ഞാനിപ്പോൾ കിച്ചണിൻ്റെ ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കുകയാണ്. അവിടെ വെയിലൊന്നുമില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയുടെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. സവാളയുടെ എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നിട്ട് അരിച്ചെടുക്കണം.
തുറക്കുമ്പോൾ തന്നെ നല്ല സവാളയുടെ മണമൊക്കെ ഉണ്ട് അതിൽ. ഇനി ഇത് അരിച്ച് നമുക്ക് വേറൊരു കുപ്പിയിലോട്ട് മാറ്റാം. അരിച്ചെടുക്കുന്ന അരിപ്പിലും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമുക്കിത് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ സവാളയിലെ എല്ലാ എണ്ണയും അതിലോട്ട് വീണോളും. അപ്പം നമ്മുടെ കളർ തന്നെ മാറിയിട്ടുണ്ട്. നല്ല സവാളയുടെ മണവുമാണ് കേട്ടോ. ഇതെന്നും നമ്മൾ തലയിൽ തേക്കേണ്ട, ആഴ്ചയിൽ 2 ദിവസം തേച്ചാൽ മതി. തലമുടിയിൽ തേക്കേണ്ട, തലയോട്ടിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉണ്ടോ അല്ലെങ്കിൽ താളിപ്പൊടിയോ ഉണ്ടോ എല്ലാം കഴുകിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ദിവസം തേച്ചെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഗുണമൊന്നും കിട്ടില്ല കേട്ടോ. ഒരു മാസമെങ്കിലും തേച്ച് നോക്കുക. പിന്നെ തലയിൽ ഒരുപാട് എണ്ണ തേച്ച് കുളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും എണ്ണ തേച്ചാൽ നമ്മുടെ മുടിയൊന്നും വളരാൻ പോണില്ല. ആവശ്യത്തിന് കുറച്ച് നമ്മൾ തലയോട്ടിൽ മാത്രം തേച്ചാൽ മതി. പിന്നെ ഏതെണ്ണ തേച്ചാലും നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു മുടി കാണും. അത്ര മുടിയേ നമ്മൾ വളരുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതലൊന്നും വളരില്ല. പിന്നെ കൊഴിഞ്ഞു പോയ മുടികൾ തിരിച്ചു വരും. താരം മാറാനും ഇത് സഹായിക്കും. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഈ എണ്ണ തേക്കേണ്ട. അവർക്ക് ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രോബ്ലം ഒന്നും കാണില്ലല്ലോ. അപ്പോൾ സവാള അലർജി ഉള്ളവരും കാണും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ എണ്ണ തേക്കുന്നതെങ്കിൽ കുറച്ച് ഭാഗത്ത് ഒരാഴ്ച ഒന്ന് ഇടവിട്ട് തേച്ച് നോക്കുക. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം തലയിൽ മൊത്തം തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.